ഓക്കെ, അടുത്തത് പഠിക്കാൻ പോകുന്നത് അഗ്രികൾച്ചർ സെക്ടറിന് വേണ്ടി ഗവൺമെന്റ് എന്താണ് ചെയ്തത്, ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ്സ് അഗ്രികൾച്ചർ സെക്ടറിലാണ്. 4 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം 1998. നമുക്കറിയാം ക്രെഡിറ്റ് കാർഡുകൾ അല്ലേ, നമുക്ക് ബാങ്ക് നമുക്ക് നല്ല ക്രെഡിറ്റ് എബിലിറ്റി ഉണ്ടോ, നമ്മളെ കൊണ്ട് റീപേ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ ഇൻകം ഒക്കെ നോക്കിയിട്ട് ബാങ്കുകാര് നമുക്ക് എന്ത് തരും, ക്രെഡിറ്റ് കാർഡ് തരും അല്ലെ. ബാങ്കുകാർ ക്രെഡിറ്റ് കാർഡ് തരാറുണ്ട്. അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ 1 lakh ആണ് എന്റെ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 lakh വരെയുള്ള സാധനങ്ങൾ കടത്തിന് വാങ്ങാം, EMI ആയിട്ടോ 1 time ആയിട്ടൊക്കെ വാങ്ങാം. പിന്നീട് അടുത്ത മാസം അത് റീപേ ചെയ്താൽ മതി. അപ്പം കൃഷിക്കാർക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ വളരെ പാടായിരുന്നു. ഗവൺമെന്റ് എന്ത് ചെയ്തു, 1998 കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം കൊണ്ടുവന്നു, കൃഷിക്കാർക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്നു. അതാണ്. അപ്പൊ എന്താണ് 1998 എന്ത് ചെയ്യുന്നു, കൃഷിക്കാർക്ക് ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ടൈംലി ക്രെഡിറ്റ് ആൻഡ് ഷോർട്ട് ടേം ആൻഡ് ടൈംലി ക്രെഡിറ്റ്, ഫാമേഴ്സിന് ഷോർട്ട് ടേമില് എന്താണ് ക്രെഡിറ്റ്, സമയത്ത് അവർക്ക് ആവശ്യമുള്ള സമയത്ത് ക്രെഡിറ്റ് കിട്ടാനായിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്നു. ഫാമേഴ്സ് ആർ ഗിവൺ എ പാസ്ബുക്ക് വിത്ത് എ ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി. ഓക്കെ, ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഉള്ള എന്ത് കൊടുത്തു, ഒരു പാസ്ബുക്കുകൾ കൊടുത്തു, ATM കാർഡും കൊടുത്തു. സിമിലർ ടു ആൻ ATM കാർഡ് പോലത്തെ ഒരു കാർഡും കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, കൃഷിക്കാരെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ആ ഒരു കാർഡിന് ഒരു ലിമിറ്റ് കാണും. ചിലപ്പോൾ 1 ലക്ഷത്തിന്റെ കാർഡാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് കടത്തിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൾട്ടിവേഷൻ എക്സ്പെൻസ്, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ പറ്റും. പോസ്റ്റ് ഹാർവെസ്റ്റ് എക്സ്പെൻസ് ആണ്, എന്താണ് കൊയ്ത്ത് കഴിഞ്ഞിട്ട് വിളവെടുപ്പ് കഴിഞ്ഞിട്ടുള്ള എക്സ്പെൻസുകൾ നീഡ് ചെയ്യാൻ പറ്റും. പിന്നെ അവരുടെ വീട്ടിലേക്കുള്ള ആവശ്യമായിട്ടുള്ള എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. എൻഷുർ ഫാമേഴ്സ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ മണി ലെൻഡേഴ്സ് ഫോർ ക്രെഡിറ്റ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഫാമേഴ്സിന് മണി ലെൻഡേഴ്സിന് അല്ലെ, പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകളെ ഡിപ്പെൻഡ് ചെയ്യാതെ അവർക്ക് അവരുടെ ഇൻകം ലെവൽ അനുസരിച്ച് കൊണ്ട് ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നു. അപ്പൊ കൃഷിക്കാർക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ പാടായിരുന്നു. അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അവരുടെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ഗവൺമെന്റ് ഇറക്കി. അതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം 1998. രണ്ടാമത് എന്ത് ചെയ്തു, റീഹാബിലിറ്റേഷൻ പാക്കേജ് ഫോർ ഡിസ്ട്രസ്ഡ് ഫാമേഴ്സ്. അതായത് ചില ഇപ്പൊ മഴ വരുന്ന സമയത്ത് കൃഷിയൊക്കെ നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ വരൾച്ചയാവുന്നു, ഉണക്കാവുന്നു. അപ്പം കൃഷി നശിക്കാൻ പല കാരണങ്ങളുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫാമേഴ്സിന് നഷ്ടം ഉണ്ടാവും, അല്ലെങ്കിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് വരുമ്പം പ്രൈസ് കുറഞ്ഞു വരുന്നു. ഇതുമൂലം എന്ത് സംഭവിക്കുന്നു, കർഷകർക്ക് നഷ്ടമുണ്ടാകാം. അപ്പം എന്താണ്, ഒത്തിരി കർഷകര് ഇതെന്ത് ചെയ്യാൻ പറ്റും, സൂയിസൈഡ് ചെയ്യാനായിട്ട് കാരണമായി. അപ്പൊ നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്തു, ഫാമേഴ്സിന്റെ സൂയിസൈഡ്, കർഷകരുടെ ആത്മഹത്യ വർദ്ധിച്ചു വരുന്നത് കാണാനിടയായി. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് റീഹാബിലിറ്റേഷൻ, പുനരധിവാസ പദ്ധതികൾ കൊണ്ടുവന്നു. എന്ത് ചെയ്തു, ഇങ്ങനെ ഫാമേഴ്സിന്റെ സൂയിസൈഡ് ഹൈ റേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇത് വന്നത്. 31 രാജ്യത്ത് മൊത്തത്തിൽ 31 സ്റ്റേറ്റിലാണ് ഇത് വന്നത്. പ്രധാനമായിട്ടും ആന്ധ്രാപ്രദേശ്, കേരള, കർണാടക, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളാണ്. കാരണം നമ്മുടെ ഈ റീജിയൻ, സൗത്ത് ഇന്ത്യൻ റീജിയൻ ആണ് മെയിൻലി വരുന്നത്. ഇവിടാണ് മഴയുടെയൊക്കെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ വരുന്നത്. നമുക്കാണ് ക്ലൈമറ്റിക് ഇഷ്യൂസ് കൊണ്ട് കൃഷിയൊക്കെ പെട്ടെന്ന് നശിച്ചു പോകുന്നത്. ഓക്കെ, എയിം ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ റിലീഫ്, അതായത് പണം നഷ്ടപ്പെട്ടവരെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഡെപ്റ്റ് റീസ്ട്രക്ചറിങ്, കടം, അതായത് കൃഷിക്കാര് സൂയിസൈഡ് ചെയ്യാനായിട്ട് ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവർക്ക് കൃഷി ചെയ്യാനായിട്ട് ഇവർ ലോണൊക്കെ എടുക്കും. ഈ ലോൺ കൃത്യമായിട്ട് റീപേ ചെയ്യാൻ പറ്റാതെ വന്നിട്ട് അവർക്ക് കടം പെരുകി അവരുടെ വസ്തു അല്ലെങ്കിൽ വീടൊക്കെ ജപ്തി ചെയ്യേണ്ട അവസ്ഥ വരുന്നു. അപ്പൊ അതെന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് കുറെ പേര് സൂയിസൈഡ് ചെയ്യുന്നത്. ഈ ഡെപ്റ്റ് എന്ത് ചെയ്യുന്നു, റീസ്ട്രക്ചർ ചെയ്ത് പുതിയ ലോണുകളാക്കി കൊടുത്ത് അവരൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ. പിന്നെ അവർക്ക് ഉപജീവന മാർഗം കണ്ടെത്താനായിട്ട് ഈ ഒരു മറ്റെന്തെങ്കിലും തൊഴിൽ മേഖലകളിലേക്ക് അവരെ ഡൈവേർട്ട് ചെയ്ത് വിടാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ കേരളത്തില് ഈ പ്രളയ സമയത്ത് കുട്ടനാട്, നമുക്കറിയാലോ കുട്ടനാട്, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് പ്രദേശത്താണ് നല്ല രീതിയിൽ മഴ പെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നല്ല വെള്ളപ്പൊക്കം, ഫ്ലഡ് ഉണ്ടാകുന്ന, പ്രളയം ഉണ്ടാകുന്ന സ്ഥലമാണ്, സ്ഥിരം ഉണ്ടാകുന്നതാണ്. അവരുടെ ആ ഒരു രീതി അനുസരിച്ച് കുട്ടനാട് സൈഡിൽ, ഇപ്പൊ എന്റെ വീട് കുട്ടനാട് സൈഡിലാണ്. അപ്പം ആ ഒരു ഏരിയ ആകുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം പൊങ്ങുന്ന സമയത്ത് നല്ല സീനാണ്. അപ്പൊ എന്ത് ചെയ്യും, കൃഷിയൊക്കെ നശിക്കാം. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുട്ടനാട് പാക്കേജ് ഈ റീഹാബിലിറ്റേഷന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് വന്നത്. അടുത്തത് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം, ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട്, പലിശയിൽ ഇളവ് വരുത്തുന്നു. അതായത് ഫാമേഴ്സിന് കൊടുക്കുന്ന ലോണിന്റെ ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നു. ഇൻട്രൊഡ്യൂസ് ടു റെഡ്യൂസ് കോസ്റ്റ് ഓഫ് ക്രെഡിറ്റ് ഫോർ ഫാമേഴ്സ്, ഫാമേഴ്സിന് ലോൺ ഉണ്ട്, അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊടുക്കുന്നു. അവർക്ക് കോസ്റ്റ്, ക്രെഡിറ്റ് കുറയ്ക്കാൻ, കടം കുറയ്ക്കാനായിട്ട്. ഫാമേഴ്സ് ഹു റീപേ ദർ ലോൺ ഓൺ ടൈം റിസീവ് ആൻഡ് ഇൻട്രസ്റ്റ് സബ്സിഡീസ്, കൃത്യമായിട്ട് EMI അടയ്ക്കുന്ന, കൃത്യമായിട്ട് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്ന ഫാമേഴ്സിന് എന്ത് ചെയ്യുന്നു, സബ്സിഡി കൊടുക്കുന്നു. ഓക്കെ, സബ്സിഡി കുറയ്ക്കുന്നു. അവരുടെ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് 5% ആക്കുന്നു. കൃത്യമായിട്ട് ഫാമേഴ്സ് ഹു പേ ദർ ലോൺ ഓൺ
ലോൺ ഓൺ റൈറ്റ് ടൈം. കൃത്യമായിട്ട് ലോൺ റീപേ ചെയ്യുന്ന ഫാമേഴ്സിന് ഇൻട്രസ്റ്റിൽ സബ്സിഡി കൊടുക്കുന്നു. അവരുടെ ഇൻട്രസ്റ്റ് 5% കുറച്ച് കൊടുക്കുന്നു. അപ്പൊ ഇതെന്ത് ചെയ്യും? സബ്സിഡി കിട്ടാനായിട്ട്, ഇൻട്രസ്റ്റ് സബ്സിഡി കിട്ടാനായിട്ട് എന്ത് ചെയ്യും? കൃത്യസമയത്ത് ഫാമേഴ്സ് ലോൺ റീപേ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ലോൺ എടുത്തു, കൃത്യമായിട്ട് ഞാൻ റീപേ ചെയ്യുവാണെങ്കിൽ ബാങ്കിന് ഇൻകമായി, ബാങ്കിന് മറ്റൊരാൾക്ക് ലോൺ കൊടുക്കാൻ പറ്റുന്നു. അപ്പൊ എന്ത്? കൃത്യമായിട്ട് എല്ലാവരും പേ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ക്രെഡിറ്റ് ഡിസിപ്ലിൻ ഫാമേഴ്സിന് വരാനായിട്ട് ഇത് കാരണമായി. ഓക്കെ, അടുത്തത് ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അഗ്രികൾച്ചർ ലോൺ വേവർ. അതായത് 2008-09 ബഡ്ജറ്റിലാണ് ഗവൺമെന്റ് എന്ത് ചെയ്തു? കൃഷിക്കാരുടെ ലോൺ, ഫാമേഴ്സിന്റെ ലോൺസ് എഴുതി തള്ളി. ഫാമേഴ്സിന് കൊടുത്ത 76,000 കോടി രൂപയുടെ ലോണാണ് ഗവൺമെന്റ് എഴുതി തള്ളിയത്. ഫാമേഴ്സ് റീപേ ചെയ്യേണ്ട, സാധാരണക്കാരായ അർഹരായ പാവപ്പെട്ട ഫാമേഴ്സ് എടുത്തിട്ടുള്ള ലോണ് അവർ റീപേ ചെയ്യേണ്ട ആവശ്യമില്ല. ഗവൺമെന്റ് അത് എഴുതി തള്ളി. ഓക്കെ, പ്രൊവൈഡ് റിലീഫ് ടു സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് അൺഎബിൾ ടു റീപേ ദെയർ ലോൺസ്. കൃത്യമായിട്ട് ലോൺ അടയ്ക്കാൻ പറ്റാത്ത പാവപ്പെട്ട ഫാമേഴ്സ്, സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സിന് ഇത് ഹെൽപ്പായി. അവരുടെ ലോൺ അവർക്ക് അടയ്ക്കേണ്ടി വന്നില്ല. എയിം ടു റെഡ്യൂസ് റൂറൽ ഡിസ്ട്രസ് ആൻഡ് റിവൈവ് ഫാമേഴ്സ് കപ്പാസിറ്റി ടു ഇൻവെസ്റ്റ് ഇൻ അഗ്രികൾച്ചർ അഗെയിൻ. എന്താണ് ഈ പ്രശ്നങ്ങൾ? റൂറൽ ഏരിയാസിലെ ഫൈനാൻഷ്യൽ ഡിസ്ട്രസ് ഒക്കെ ഒഴിവാക്കാനും ഫാമേഴ്സിനെ സംബന്ധിച്ച് അവർ കൃഷി ചെയ്ത് 1 ലക്ഷം രൂപ വരുമാനം കിട്ടി, ആ 1 ലക്ഷം രൂപ ലോൺ അടയ്ക്കേണ്ടി വരുന്നു, അവരുടെ കയ്യിൽ പിന്നെ ഒന്നും ഇല്ലാതാകുന്നു. ആ ഒരു അവസ്ഥ ഒഴിവാക്കിയിട്ട് അവർക്ക് കിട്ടുന്ന വരുമാനം വീണ്ടും കൃഷി ചെയ്യാൻ ഉപയോഗിക്കാൻ അവരെ ഒരു റീസ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഗവൺമെന്റ് എന്തൊക്കെ ചെയ്തു? ഗവൺമെന്റ് കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്നു, റീഹാബിലിറ്റേഷൻ പാക്കേജ് കൊണ്ടുവന്നു, ദെൻ ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട് സബ്സിഡി കൊടുത്തു, ദെൻ അഗ്രികൾച്ചർ ലോൺ വേവ് ചെയ്തു. ഓക്കെ, 4 കാര്യങ്ങളാണ് ഗവൺമെന്റ് ചെയ്തത്.